ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം ഉദയൻ കിളിയന്നൂർ. പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റിനെ സംബന്ധിച്ച പൊതുചർച്ചയായിരുന്നു സഭാ സമ്മേളനത്തിലെ പ്രധാന അജണ്ടയെങ്കിലും സംസ്ഥാനത്തെ ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമങ്ങളും സഭയിൽ ചർച്ചയായി. ശൂന്യവേളയിൽ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷത്തു നിന്ന് PC വിഷ്ണുനാഥ് ഉന്നയിച്ചപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി. ലഹരി ഉപയോഗിക്കുന്ന മക്കളെ ഭയന്നു കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ലഹരിക്കടത്ത് നടക്കുന്നുണ്ടെന്ന് കണക്കുകൾ നിരത്തി സമ്മതിച്ച് എക്സൈസ് മന്ത്രി MP രാജേഷ്. ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നതും പ്രതികൾക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതും കേരളമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ പാളുന്നുവെന്ന് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം തിരിച്ചടിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിലാണ് സഭയിൽ കണക്കുകൾ നിരത്തി ഇരുവിഭാഗവും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയത്. ലഹരിക്കടത്തും ലഹരി ഉപയോഗവും സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് PC വിഷ്ണുനാഥാണ് അവതരിപ്പിച്ചത്. സമൂഹത്തിന് ഒന്നടങ്കം ആശയമുള്ള വിഷയമായതിനാൽ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിക്കുകയായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന മക്കൾക്ക് രാത്രി കതക് തുറന്നു കൊടുക്കാനും ആഹാരം നൽകാനും ഭയപ്പെടുന്ന നാടായി കേരളം മാറിയെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. അടുത്തിടെയായി ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ വർദ്ധിച്ചുവരികയാണെന്നും അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ കണക്കില്ലെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് സർക്കാർ നൽകുന്നതെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. ലഹരിക്കടത്തും ഉപയോഗവും സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുകയോ പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ചർച്ചയിൽ പങ്കെടുത്ത ഭരണപക്ഷ അംഗങ്ങളും ലഹരിക്കടത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയെ സ്വാഗതം ചെയ്തു. സർക്കാർ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗം കുറയ്ക്കാനാകുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കേരളം ലഹരിക്കടത്തിന്റെ തലസ്ഥാനമാവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ലഹരിക്കടത്ത് പിടികൂടിയാലും ഉറവിടം തേടിയുള്ള അന്വേഷണം എങ്ങും എത്തുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. ഇതോടെ ലഹരിക്കടത്തുകളുടെ ഉറവിടം തേടി നടത്തിയ അന്വേഷണത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞത്. കേരളത്തിൽ പിടികൂടുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണെന്നും പ്രതികളിൽ 98.9% പേർക്കും ശിക്ഷ ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം കണക്കുകൾ വെച്ച് വ്യക്തമാക്കി. വിമുക്തി വഴി ലഹരി ഉപയോഗവും കടത്തും സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നുണ്ടെന്നും കൗമാരക്കാരാണ് പ്രതിപട്ടികയിൽപ്പെടുന്നവരിൽ അധികമെന്നും പഠനത്തിൽ വ്യക്തമായി. കൂടാതെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ നടത്തുന്ന സർവേ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രസ് ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചതോടെ സ്പീക്കർ തുടർ നടപടികളിലേക്ക് നീങ്ങി. സ്കൂൾ കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് SCERT പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മുഹമ്മദ് മൊഹിസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സ്കൂൾ കുട്ടികളിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപനവും തോതും കണ്ടെത്തുന്നതിനും സുസ്ഥിതി ഉറപ്പാക്കുന്നതിനും വിപുലമായ ഒരു പഠനമാണ് SCERTയുടെ ആഭിമുഖ്യത്തിൽ നടത്തി സമീപന രേഖ പ്രസിദ്ധീകരിച്ചത്. നിലവിൽ ഹയർ സെക്കൻഡറി തലത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും അവർക്ക് പിന്തുണ നൽകുന്നതിനുമായി സൗഹൃദ എന്ന പേരിൽ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ കോർഡിനേറ്റർമാരായി അധ്യാപകർക്ക് വിവിധ തലങ്ങളിലുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന പദ്ധതി പൊതുവിദ്യാലയങ്ങളിലെ 9ാം ക്ലാസ്സിലെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് നടപ്പിലാക്കുന്നത്. കൗമാരകാലത്തെ ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക വികാസത്തെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്തുക, സ്വന്തം ശക്തി ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ജീവിത നൈപുണികൾ സ്വായത്തമാക്കുക എന്നിവയാണ് പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഈ മേഖലയിൽ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി നന്മ പൂക്കുന്ന നാളേക്ക് എന്ന പേരിൽ ഹാൻഡ്ബുക്കുകളും SCERT തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യഘട്ടത്തിൽ അധ്യാപകർ തന്നെ ഇടപെടുകയും ആവശ്യമായ സമയങ്ങളിൽ കൗൺസിലർമാരുടെ സഹായം തേടുകയും ചെയ്യുക എന്നതാണ് നിലവിലെ രീതി. കൗൺസിലർമാർ ആവശ്യമായ ഘട്ടങ്ങളിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാരന്റൽ ക്ലിനിക്കുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും സഹായം തേടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്ന പരിമിതിയുണ്ട്. മുഴുവൻ അധ്യാപകരെയും പ്രാഥമിക കൗൺസിലർമാർ എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയത്തക്ക രീതിയിൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ആലോചിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും മറ്റും
ലഭ്യമാക്കുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് സഭയിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് മിഷൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും അതിനാവശ്യമായ അനുമതികൾ മിഷൻ ഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. CR മഹേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രിയുടെ സഭയിലെ ഉറപ്പ്. പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികൾക്ക് 2023-24 വരെ നൽകുവാനുള്ള മുഴുവൻ പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. വി. ശശി ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ ഉച്ചയ്ക്ക് നടത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി വ്യക്തമാക്കി. കുറുക്കോളി മൊയ്തീൻ ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മാർച്ചിലെ ചൂട് കാലാവസ്ഥയും റംസാൻ വ്രതവും ഉള്ളതിനാൽ SSLC പരീക്ഷകളും സ്കൂൾ വാർഷിക പരീക്ഷകൾ എഴുതുന്ന 9ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾക്കും പരീക്ഷകൾ രാവിലത്തെ സമയക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാലാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷം നിശ്ചയിച്ചത്. പൊതുപരീക്ഷകൾ മാർച്ച് മാസത്തിൽ നടത്തിയില്ലെങ്കിൽ ഫലപ്രഖ്യാപനം നീണ്ടുപോവുകയും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ പരീക്ഷകൾ മാറ്റണമെന്ന ആവശ്യം നിലവിൽ പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് വി. ശിവൻകുട്ടി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂൾ പാചകത്തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച VR സുനിൽകുമാറിനും മന്ത്രി വി. ശിവൻകുട്ടി മറുപടി നൽകി. ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യുന്നതിനുള്ള പ്രതിഫലമായി ഓണറേറിയം കൈപ്പറ്റിക്കൊണ്ട് ജോലിയിൽ തുടരുന്ന സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് പ്രതിമാസ ഓണറേറിയവും അവധിക്കാല സമാശ്വാസവും ഒഴികെ മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം അർഹതയില്ലെന്ന് മന്ത്രി പറഞ്ഞു. പാചകത്തൊഴിലാളികളെ ESI, EPF പദ്ധതികളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം തൊഴിലും നൈപുണ്യവും വകുപ്പ് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ബജറ്റിൽ പ്രഖ്യാപിച്ച കോടതി ഫീസ് വർധന ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് മന്ത്രി P. രാജീവ്. ഇതുവരെ 13 തവണ കോടതി ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർധന ആവാമെന്ന് ലാ കമ്മീഷൻ ശുപാർശയും സുപ്രീംകോടതി ഉത്തരവുമുണ്ട്. ജസ്റ്റിസ് VK മോഹനൻ അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇത്തവണ ഫീസ് കൂട്ടിയത്. ഇത് നടപ്പാക്കാൻ 1959 കോടതി ഫീസ് നിയമത്തിൽ ഭേദഗതി വേണ്ടിവരും. 2003 ഒടുവിൽ ഫീസ് വർദ്ധിപ്പിച്ചത്. അതൊരു പഠനവും നടത്താതെയാണ്. എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ സൗജന്യ നിയമസഹായത്തിനടക്കം സർക്കാർ പണം മുടക്കുന്നു. ജനാധിപത്യപരമായ ഫീസ് വർധനവാണ് ഇത്തവണത്തേതെന്നും UA ലത്തീഫിന്റെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റിനെ സംബന്ധിച്ച പൊതുചർച്ചയിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ അവസ്ഥയും സാമ്പത്തിക നിലയുമാണ് ഇന്നും ചർച്ചയ്ക്ക് വന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.